ഹലോ എവരിവൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ ആവശ്യമുള്ള കമാൻഡ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? അതായത് ഒരു കമാൻഡിൻ്റെ ഔട്ട്പുട്ട് സ്ട്രീം ഒരു ഫയലിലേക്ക് റീഡയറക്റ്റ് ചെയ്തായിരുന്നു നമ്മൾ ഇതുവരെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രീവിയസ് വീഡിയോസിലെ ക്യാറ്റ് കമാൻഡ് ഉപയോഗിച്ച് ക്യാറ്റ് കമാൻഡിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് test.txt, അത് ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാറ്റ് കമാൻഡിൻ്റെ ഔട്ട്പുട്ട് ഞാൻ റീഡയറക്റ്റ് ചെയ്ത് test.txt എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഷെൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പൈ എന്ന് പറയുന്ന ഡയറക്ടറിയാണ്, അതായത് എൻ്റെ യൂസർ ഡയറക്ടറി. ഓക്കെ, അപ്പോൾ ഇവിടെ test.txt എന്ന് പറയുന്ന ഒരു ഫയൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഫയൽ ഇല്ലാത്തത് കൊണ്ട് ഔട്ട്പുട്ട് സ്ട്രീം എന്ത് ചെയ്യും? ആ ഡയറക്ടറിയിലേക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ക്യാറ്റ് കമാൻഡിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് test.txt എന്ന് പറഞ്ഞ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ക്യാറ്റ് കമാൻഡ് തന്നെ ആവണമെന്നില്ല, വേണമെങ്കിൽ നമ്മുടെ എക്കോ കമാൻഡും ആവാം. എക്കോ കമാൻഡ് റീഡയറക്റ്റ് ചെയ്തിട്ട് എക്കോ കമാൻഡ് ന്യൂ കമാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ഔട്ട്പുട്ടിന് ഞാൻ എക്കോ ഔട്ട്പുട്ട് എന്ന് പറയുന്ന .txt എന്ന് പറയുന്ന ഫയലിലേക്ക് എനിക്ക് വേണമെങ്കിൽ റൈറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ട് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയില്ല. ഞാനിവിടെ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ എക്കോ ഔട്ട് എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ന്യൂ കമൻറ്റ് എന്ന് പറയുന്ന നമ്മൾ കൊടുത്ത ന്യൂ കമൻറ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് അതിലേക്ക് വന്നിട്ടുണ്ടാകും. എന്നാൽ അത് ക്യാറ്റ് ചെയ്ത് വെക്കാം. എക്കോ കണ്ടോ, ന്യൂ കമൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇൻപുട്ട് എക്കോ കമൻറ്റിലേക്ക് കൊടുക്കുന്ന എന്ത് അത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് എടുത്ത് വയ്ക്കും. നമ്മൾ കണ്ടതാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഡീഫോൾട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നമ്മൾ മാറ്റി കൊടുത്താണ് എക്കോ ഔട്ട്.txt എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് മാറ്റി ഇല്ലേ. അങ്ങനെയാണ് ഇവിടെ ന്യൂ കമൻറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു ഫയലിലേക്ക് വന്നത്. ബട്ട് ഇതല്ല പ്രോപ്പർ വേ ഓഫ് ക്രിയേറ്റിംഗ് ഫയൽ ഇതല്ല. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് ടച്ച്. ഓക്കെ, ടച്ച് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫയൽ abcd.txt. ഓക്കെ, ഇനി നമ്മൾ ls അടിച്ചു കഴിഞ്ഞാൽ ഫയൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. നിങ്ങൾക്ക് ഒരൊറ്റ ഫയലിനെ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം. ടച്ച് 1.txt 2.txt xyz.txt അങ്ങനെ നിങ്ങൾക്ക് എത്ര ഫയൽസ് വേണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ 1.txt ഉണ്ട്, 2.txt ഉണ്ട്, എക്കോ ഔട്ട് ഇത് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തതാണ്, xyz.txt. കണ്ടോ, ഈ 3 ഫയൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഫയൽസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഫയൽസിനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, എങ്ങനെ റിമൂവ് ചെയ്യാം? ആ കമാൻഡ് നമ്മൾ ആൾറെഡി കണ്ടതായിരുന്നു. നമ്മൾ പൈപ്പ് ലൈൻസിൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്വീകരിക്കാത്ത കുറേ കമാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ എക്കോ കമാൻഡും rm കമാൻഡും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ rm എന്ന് പറയുന്ന കമാൻഡാണ് ബേസിക്കലി നമ്മൾ ഫയൽസും ഫോൾഡേഴ്സും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബൈ ഡീഫോൾട്ട് rmൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഫയൽസാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 1.txt 2.txt xyz.txt എന്ന് പറയുന്ന ഈ 3 ഫയൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് എന്താണ്? rm. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആട്ടോ കംപ്ലീറ്റ് അടിച്ചാൽ വർക്കാവുന്നതാണ് കേട്ടോ. 2.txt xyz.txt. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ആ 3 ഫയൽസും ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, എനിക്ക് ls കമാൻഡിൽ ഒരു ഓപ്ഷനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ls കമാൻഡ് അടിക്കുമ്പോൾ കണ്ടോ ഈ ഫോൾഡേഴ്സ് എല്ലാം നിങ്ങൾക്ക് ബ്ലൂ കളറിലാണ് കാണിക്കുന്നത്, അതേപോലെ ഫയൽസ് എല്ലാം വൈറ്റ് കളറിലാണ് കാണിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ചില ലിനക്സ് മെഷീനിൽ ഈ കളർ കാണിക്കത്തില്ല. ഓക്കെ, എല്ലാം വൈറ്റ് കളറിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫോൾഡറും ഫയൽസും തിരിച്ചറിയാൻ വേണ്ടി llസിലൊരു ഓപ്ഷനുണ്ട്. അതായത് ഒരു ഫ്രണ്ട്ലി ഫോർമാറ്റ് ഡിസ്പ്ലേക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അത് ls-F കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ഫോൾഡേഴ്സിന് ഒരു // അവസാനം ഉണ്ട്. കണ്ടോ, ഇതെല്ലാം ഫോൾഡേഴ്സാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഫയൽസിന് അതില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. mkdir എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കാം. ഓക്കെ, mkdir ആണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ്. mkdir കൊടുത്തിട്ട് നമുക്ക് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. പൈ എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് നമ്മൾ പൈക്കകത്താണല്ലോ ചെയ്യുന്നത്, അതായത് എൻ്റെ യൂസർ ഡയറക്ടറി. അപ്പോൾ ഞാൻ ls-f കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതായത് mkdir ഞാനിപ്പോൾ ഡൗൺലോഡ്സിനകത്ത് എനിക്കൊരു ന്യൂ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കിയോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക്
ആ പാത്ത് കൂടെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് ഡോട്ട് ഫോർവേഡ് ഡോട്ട് അടിക്കുന്നത് എന്തിനാണ്? ഡോട്ട് ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റ് ഡയറക്ടറിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ വെറുതെ ഫോർവേഡ് സ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് റൂട്ട് ഡയറക്ടറിയിൽ നിന്നായിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒന്നല്ലെങ്കിൽ അങ്ങ് നിങ്ങൾ ഡോട്ട് അടിച്ച് പാത്ത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്ലാഷ് കൊടുക്കാതെ തന്നെ പാത്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഡൗൺലോഡ്സ് ഉണ്ടോ? ഡൗൺലോഡ്സ് ഡൗൺ എന്ന് അടിച്ച് ഞാൻ ടാബ് അടിച്ചപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയി. ഡൗൺലോഡ്സിനകത്ത് എനിക്ക് എന്ത് ചെയ്യണം? ന്യൂ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്ന് ഞാൻ എൻ്റർ അടിക്കുമ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ ഡൗൺലോഡ്സ് ഫോൾഡറിനകത്തോട്ട് പോകണം. ഓക്കെ, ഡൗൺലോഡ്സ് അതിനകത്തല്ലേ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തോ? ഓക്കെ, കണ്ടോ? ന്യൂ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ കാണാം. അതേപോലെ ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഫയൽസ് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പാത്തിലേക്ക് കൊണ്ട് നിങ്ങൾക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് പാത്ത് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അബ്സല്യൂട്ട് പാത്ത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റിലേറ്റീവ് ആയിട്ടുള്ള പാത്ത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുത്തത് റിലേറ്റീവ് ആയിട്ടുള്ള പാത്താണ്. അതായത് എൻ്റെ പൈ എന്ന് പറയുന്ന ഡയറക്ടറിക്ക് അകത്തു നിന്നാണ് പാത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? കംപ്ലീറ്റ് പാത്തായിട്ട്, അതായത് അബ്സല്യൂട്ട് പാത്തായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഫോർവേഡ് സ്ലാഷ് ഹോം പൈ ഫോർവേഡ് സ്ലാഷ്. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഞാൻ വേറെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അബ്സല്യൂട്ട്. ഓക്കെ, ഇനി ഞാൻ കണ്ടോ അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതായിട്ട് ഞാൻ കാണാൻ പറ്റും. കണ്ടോ, ഇത് നിങ്ങൾ ഇതേപോലെ കംപ്ലീറ്റ് പാത്ത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു റിലേറ്റീവ് പാത്തും പറഞ്ഞു കൊടുക്കുക. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഫയൽസിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെ പാത്ത് പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിനി ഈ ഡയറക്ടറീസ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ 2 ഡയറക്ടറീസ് എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു rm എന്ന് പറയുന്ന കമാൻഡ് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ റിമൂവ് എന്ന് പറയുന്ന കമാൻഡ് അതിൻ്റെ ഡീഫോൾട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് ഫയൽസ് മാത്രമേ ഡിലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീഫോൾട്ട് ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മളതിലൊരു ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടി കൊടുക്കുന്ന ഓപ്ഷനാണ് -r. ഓക്കെ, ഞാൻ ഓക്കെ ഡൗൺലോഡ്സിനകത്തുള്ള ഫോൾഡേഴ്സിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പം rm-r അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഫോൾഡറും അതിനകത്തുള്ളതെല്ലാം പോകും കേട്ടോ. ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഡീഫോൾട്ടായിട്ട് പോകും. ഓക്കെ, അതേപോലെ എനിക്ക് ന്യൂ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറും ഡിലീറ്റ് ചെയ്യണം. ന്യൂ ഡൗൺലോഡ്സ്. ഓക്കെ, ഇനി എല്ലാം അടിക്കുമ്പോൾ കണ്ടോ ഡൗൺലോഡ്സിനകത്ത് ആ 2 ഫോൾഡേഴ്സും പോയി. ഓക്കെ, അപ്പോൾ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്നത്, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോൾഡർ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫയൽസ് എങ്ങനെ കോപ്പി ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിന് മുന്നേ ഞാൻ അതിനുവേണ്ടി എൻ്റെ പൈ എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്ക് ഞാൻ തിരിച്ചു പോയാണ്. ഇപ്പോൾ യൂസർ ഡയറക്ടറിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾറെഡി കണ്ടിരുന്നു. ഒന്നല്ലെങ്കിൽ CD സ്പേസ് tilde സിമ്പിൾ കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ CD അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മതി. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ യൂസർ ഡയറക്ടറിയിലേക്ക് പോകും. PWD അടിച്ച് കഴിയുമ്പോൾ അത് കാണാൻ പറ്റും. കണ്ടു, നിങ്ങൾ എന്ത് പേരാണ് നിങ്ങളുടെ സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്നത് അത് അങ്ങനത്തെ ഒരു ഫോൾഡറിലായിരിക്കും നിങ്ങൾ ബൈ ഡീഫോൾട്ട് CD അടിക്കുമ്പോൾ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഒരു date.txt എന്ന് പറയുന്ന ഒരു ഫയലുണ്ടല്ലേ, നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഫയലാണ്. ഓക്കെ, എനിക്ക് ഈ ഫയൽ കോപ്പി ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കൊണ്ടിടണം. ഓക്കെ, ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്ത് കൊണ്ടിടണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് CP എന്ന് പറഞ്ഞാൽ കോപ്പിയുടെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ കോപ്പി എന്ന് പറയുന്ന കമാൻഡ് 2 ഇൻപുട്ട്സാണ് അത് സ്വീകരിക്കുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സും രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡെസ്റ്റിനേഷനുമാണ്. ഓക്കെ, CP കമാൻഡ്സിനൊക്കെ മാനുവൽ പേജസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, CP എന്ന് പറയുന്ന കമാൻഡ്, എന്നിട്ട് നമ്മുടെ സോഴ്സ് എന്താണ്? നമ്മുടെ ഡേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഫയലാണ്. ഓക്കെ, ഇതെവിടെയാണ് എനിക്ക് കൊണ്ടിടേണ്ടത്? ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കൊണ്ടിടണം. ഓക്കെ, കണ്ടടിക്കുമ്പോൾ നിങ്ങൾക്ക് കോപ്പി ചെയ്തതായതുകൊണ്ട് നിങ്ങൾക്ക് ഡേറ്റ എന്ന് പറയുന്ന ഫയൽ ഇവിടെ തന്നെ കാണാൻ പറ്റും. അതേപോലെ CD ഡോക്യുമെൻറ്റ്സിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ, CD കഴിഞ്ഞ് DO അടിച്ചിട്ട് ഞാൻ ടാബ് 2 തവണ അടിച്ചപ്പോൾ എനിക്ക് ലിസ്റ്റ് ചെയ്ത് തന്നുണ്ടോ. അതായത് DO വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഫോൾഡേഴ്സ് ഉണ്ട്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പ്രോപ്പറായിട്ട് കൊടുക്കണം. കണ്ടോ, അതിനാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ DOC അടിച്ചിട്ട് ടാബ് അടിക്കുമ്പോൾ ഓട്ടോ കംപ്ലീറ്റ് ആയി. CD എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ഡോക്യുമെൻറ്റ്സിനകത്തേക്ക് പോയി, ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് പോയി അതിനകത്ത് എല്ലാം അടിക്കുമ്പോഴത്തേക്ക് കണ്ടോ date.txt എന്ന് പറയുന്ന ഫയൽ ഇതിലോട്ട് കോപ്പി ചെയ്ത് കിടക്കുന്നുണ്ട്. ഇനി ഞാൻ തിരിച്ച് എൻ്റെ യൂസർ ഡയറക്ടറിയിലേക്ക് പോവുക. അപ്പോൾ ഇനി നമ്മൾ ഫയൽ കോപ്പി ചെയ്യുന്നതുകൊണ്ട് അതേപോലെ നിങ്ങൾക്കത് മൾട്ടിപ്പിൾ ഫയൽസും പറഞ്ഞു കൊടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ
ഞാൻ CP എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നു, ഡേറ്റ് ഫയൽ abcd min.txt അല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുക്കും, ഡെസ്റ്റിനേഷൻ ഡയറക്ടറി പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് ഡോക്യുമെൻറ്റ്സിനകത്തോട്ട് പോയി നോക്കാം. എല്ലാം ശ്രദ്ധിക്കുമ്പോഴത്തേക്കും കണ്ടോ ഈ 3 ഫയൽസും അതിനകത്തേക്ക് കോപ്പി ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ 3 ഫയലും ഒന്ന് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മൾട്ടിപ്പിൾ ഇൻപുട്സ് കൊടുക്കാൻ പറ്റും ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് date.txt, ഫയൽ abcd.txt, ഓക്കെ min.txt. ഓക്കെ, എൻ്റെ യൂസർ ഡയറക്ടറിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽസ് കോപ്പി ചെയ്യുന്നതുകൊണ്ട് ഇനി ഫോൾഡേഴ്സ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി നമ്മൾ CP എന്ന് പറയുന്ന കമാൻഡ്, അതായത് നമ്മൾ CP എന്ന് പറയുന്ന കമാൻഡിൻ്റെ ഡീഫോൾട്ട് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പം ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ RMൻ്റെ ഡീഫോൾട്ട് ബിഹേവിയർ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, അതായത് ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി -R എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ CP എന്ന് പറയുന്ന കമാൻഡിന് -R തന്നെയാണ് ഓപ്ഷൻ. ഓക്കെ, ഫോൾഡർ കോപ്പി ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മൾ ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടല്ലേ, ഇതിനകത്ത് എനിക്കൊരു ഫയൽ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ടച്ച് എന്ന് പറയുന്ന കമാൻഡാണ്. അപ്പം അതിനകത്ത് ഞാൻ ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഫോൾഡർ പറഞ്ഞു കൊടുക്കും. അതിനകത്ത് abcd.txt എന്ന് പറയുന്ന ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ls ന്യൂ ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ എനിക്ക് abcd എന്ന് പറയുന്ന ഫയൽ എനിക്ക് ന്യൂ ഫോൾഡറിനകത്താണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, കണ്ടോ ഞാൻ ഈ ഒരു കമാൻഡ്, അതായത് ജസ്റ്റ് ഞാൻ പാത്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഈ ഫയൽ നെയിം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഏത് പാത്താണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത് ആ പാത്തിനകത്തായിരിക്കും ഇപ്പോൾ ഈ ഫയൽ ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ന്യൂ ഫോൾഡർ ഇനി കോപ്പി ചെയ്ത് എനിക്ക് ഡോക്യുമെൻറ്റ്സിനകത്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഫോൾഡർ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് CP-R കൊടുക്കുക. എന്നിട്ട് ന്യൂ ഫോൾഡർ എന്ന് പറയുക നമ്മുടെ സോഴ്സ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഡോക്യുമെൻറ്റ്സിനകത്തേക്ക് പോകുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുമ്പോൾ കണ്ടോ ന്യൂ ഫോൾഡർ ഇപ്പോൾ ഇതിനകത്താണ് വന്ന് നടക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്ത് വന്നിട്ട് CD ന്യൂ ഫോൾഡറിനകത്തേക്ക് വന്നിട്ട് എല്ലാം അടിച്ച് കഴിയുമ്പോൾ കണ്ടോ abcd.txt അതും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫോൾഡർ കോപ്പി ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് അതിൻ്റെ കണ്ടൻസും കൂടെയാണ് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോൾഡർ കോപ്പി ചെയ്യുന്നതുകൊണ്ട് ഫയൽ കോപ്പി ചെയ്യുന്നതുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഫയൽ കട്ട് ചെയ്യണം, ഫയൽ അല്ലെങ്കിൽ ഫോൾഡേഴ്സ് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അതായത് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അത് ബേസിക്കലി നിങ്ങൾ വിൻഡോസ് യൂസർ ആണെങ്കിൽ ബേസിക്കലി കട്ട് ആൻഡ് പേസ്റ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ യൂസർ ഡയറക്ടറിയിലേക്ക് പോകണം. എല്ലാം അടിക്കുമ്പോൾ ഓക്കെ എനിക്ക് date.txt എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്, ഞാൻ അതിനെ മൂവ് ചെയ്യാൻ നോക്കിയാണ്. അപ്പോൾ മൂവ് ചെയ്യുന്നതും കോപ്പി ചെയ്യുന്ന കമാൻഡിൻ്റെ സിൻടാക്സ് സെയിം ആണ്. ഓക്കെ, MV എന്ന് പറയുന്ന കമാൻഡ്, അതാണ് മൂവിങ്ങിൻ്റെ ഷോർട്ട് ഫോം. MV date. നിങ്ങളെ സോഴ്സ് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് കൊണ്ടിടാൻ നോക്കുന്നത്. ഓക്കെ, പിക്ചേഴ്സ്, അപ്പോൾ നിങ്ങൾ പാത്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ എല്ലാം അടിച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടോ ആ date.txt എന്ന് പറയുന്ന ഫയൽ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പോൾ ഞാൻ പിക്ചേഴ്സിനകത്തുള്ള ഫയൽസും ഫോൾഡേഴ്സും ലിസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ date.txt ഇപ്പോൾ പിക്ചേഴ്സിനകത്താണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽസ് മൂവ് ചെയ്യുന്നത് കണ്ടു. ഇനി എനിക്ക് ഈ ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഫോൾഡർ മൂവ് ചെയ്യണം. ഓക്കെ, ഫോൾഡർ കോപ്പി ചെയ്യാൻ വേണ്ടി കോപ്പി കമാൻഡിനെ മോഡിഫൈ ചെയ്തത് -R എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടാണ്. അതേപോലെ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിമൂവ് കമാൻഡിൽ കൊടുത്ത ഓപ്ഷൻ എന്താണ്, -R ആണ്. അപ്പോൾ MV കമാൻഡിനും നമ്മൾ -R ആണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. MV കമാൻഡിൽ അങ്ങനെ ഓപ്ഷനൊന്നുമില്ല, MV കമാൻഡ് തന്നെയാണ് കൊടുത്താൽ മതി. ഓക്കെ, ഫയൽസിന് ഫോൾഡേഴ്സ് അത് ഡീൽ ചെയ്തോളും. ഓക്കെ, അപ്പോൾ MV കൊടുക്കുക, ന്യൂ ഫോൾഡർ. ഞാൻ ഈ ന്യൂ ഫോൾഡറിനെ പിക്ചേഴ്സിനകത്താണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പിക്ചേഴ്സ് പാത്ത് പറഞ്ഞു കൊടുക്കുക, ഡെസ്റ്റിനേഷൻ ഡയറക്ടറി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, MV കമാൻഡ് കൊടുത്തു. അപ്പോൾ ഞാൻ ഇനി എല്ലാം അടിക്കുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ഡയറക്ടറി. ഇപ്പോൾ ഇതിനകത്ത് കാണാനില്ല. ഞാൻ ഇനി ഏത് ഫോൾഡറാണ് എനിക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ പാത്ത് പറഞ്ഞു കൊടുത്താൽ എല്ലാ കമാൻഡ് ആ പാത്തിനകത്തുള്ള ഫയൽസും ഫോൾഡേഴ്സും മാത്രം ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളിത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, ചിലർ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി. LS കമാൻഡിൽ നിങ്ങൾ പാത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ പാത്തിനകത്തുള്ള ഫയൽസും ഫോൾഡേഴ്സ് അത് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഓപ്ഷൻ ആദ്യം കൊടുക്കാം,
-f പിക്ചേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്ലി ഫോർമാറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, ഞാൻ കണ്ടോ എൻ്റെ ന്യൂ ഫോൾഡർ ഇപ്പോൾ ഇതിനകത്തേക്ക് മൂവ് ചെയ്തതുണ്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾ കോപ്പി, കട്ട്, ഡിലീറ്റ് എല്ലാം പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് നിങ്ങളെ ഫയൽസും ഫോൾഡേഴ്സും റീനെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ LS അടിച്ച് ഞാൻ CD എൻ്റെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്തോട്ട് പോവുകയാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ മൂവ് ചെയ്ത ഫയലും ഫോൾഡറും ഉണ്ട്. അപ്പോൾ എനിക്ക് date.txt-നെ എനിക്ക് റീനെയിം ചെയ്ത് abcd.txt എന്ന് മാറ്റണം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ MB എന്ന് അടിച്ചിട്ട് date.txt അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ പുതിയ പേര് കൊടുക്കുക. ഓക്കെ, abcd.txt. ഓക്കെ, ഇനി ഞാൻ LS അടിയുമ്പോൾ കണ്ടോ abcd.txt, ആ ഫയൽ date.txt എന്ന് പറയുന്ന ഫയൽ മാറി abcd.txt എന്ന് പറഞ്ഞ പേരിലേക്ക് മാറി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് നിങ്ങൾ ബേസിക്കലി ഫയൽ റീനെയിം ചെയ്യുന്നത്. ലിനക്സിൽ ഫയൽ റീനെയിം ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കമാൻഡില്ല, MB കമാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോൾഡർ റീനെയിം ചെയ്യുന്ന കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ MB ന്യൂ ഫോൾഡർ നമ്മളെങ്ങനെ ചെയ്യാം? പുതിയ ഫോൾഡർ. ഓക്കെ, കണ്ടോ ഫോൾഡറിൻ്റെ പേര് മാറി പുതിയ ഫോൾഡർ എന്നായി കണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു, ഡിലീറ്റ് ചെയ്യുന്നത് കണ്ടു, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു, ഡിലീറ്റ് ചെയ്യുന്നത് കണ്ടു, ഫയൽ റീനെയിം ചെയ്യുന്നത് കണ്ടു, ഫോൾഡർ റീനെയിം ചെയ്യുന്നത് കണ്ടു. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ ഫയൽസുമായിട്ട് ഡീൽ ചെയ്യാനുള്ള കമാൻഡ്സ്. ഇനി ആയിരക്കണക്കിന് ഫോൾഡേഴ്സ്, അതിനകത്ത് ആയിരക്കണക്കിന് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ ലിനക്സിനകത്തുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അത് ഇങ്ങനെ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം.